ഹലോ, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് സറ്റ്സിക്കി. സറ്റ്സിക്കി സോസ് എന്നും സറ്റ്സിക്കി ഡിപ്പ് എന്നും ഒക്കെ പറയും. സറ്റ്സിക്കി എന്ന് പറഞ്ഞാൽ ഒരു ക്രീമി കുക്കുംബർ യോഗ ഡിപ്പാണ്. ഇതിന് കുക്കിങ്ങിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല. പിന്നെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അടുപ്പിച്ചാൽ പിന്നെ 1 മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടുന്നത് കുക്കുംബറാണ്. ഞാനിപ്പോൾ പകുതി കുക്കുംബറാണ് എടുത്തേക്കുന്നത്. കുക്കുംബറിൻ്റെ ഔട്ടർ പാർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. ഈ കുക്കുംബർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഈ ഗ്രേറ്റ് ചെയ്ത കുക്കുംബറിൽ നിന്നും വാട്ടർ സ്ക്വീസ് ചെയ്ത് കളയണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള അളവിൽ എടുത്താൽ മതി ഇൻഗ്രീഡിയൻസ് ഒക്കെ. കുക്കുംബർ ഗ്രേറ്റ് ചെയ്തെടുത്തു. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ക്ലോത്ത് ഉപയോഗിച്ചാണ് ഇതിലെ വാട്ടർ റിമൂവ് ചെയ്യുന്നത്. കൈ വെച്ച് വേണമെങ്കിൽ പിഴിഞ്ഞെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട്. 1 മിനിറ്റ് ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇത് കുറച്ചുകൂടി സോഫ്റ്റും ആവും, ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുകയും ചെയ്യും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിലെ വെള്ളം സ്ക്യൂസ് ചെയ്ത് കളയാം. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് കേട്ടോ. നല്ല ക്രീമി സറ്റ്സിക്കി കിട്ടണമെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യണം. അപ്പോൾ കുക്കുംബറിലെ വാട്ടറൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് 1 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കണം. ചെറുതാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയൊക്കെ എടുക്കാം കേട്ടോ. വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തു. അടുത്തത് എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഡില്ലാണ്. ഇത് ഒരു ടൈപ്പിലെ ഹെർബാണ്. ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇതിന് പകരം മിന്റ് ലീവ്സ് ചേർക്കാം, അതായത് പുതിന ഇല. അതിലേതായാലും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഇനിയിപ്പോൾ സറ്റ്സിക്കി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് ഗ്രീക്ക് യോഗർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത ഗാർലിക്കും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിന് ഉപ്പും പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഡില്ലും സ്ക്വീസ് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കുംബറും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. ഒലീവ് ഓയിൽ. 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. ടേസ്റ്റിനനുസരിച്ച് ഇൻഗ്രീഡിയൻസിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഉപ്പാണെങ്കിലും കുരുമുളക് പൊടിയാണെങ്കിലും ലെമൺ ജ്യൂസ് ആണെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതിൽ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള സോസ് ആണെന്ന് തന്നെ പറയാം. ഇതേപോലെ ബ്രെഡ് സ്റ്റിക്കിൻ്റെ കൂടെയും പിറ്റ ബ്രെഡിൻ്റെ കൂടെയും പിന്നെ സോട്ടർ വെജീസിൻ്റെ ഒക്കെ കൂടെ നല്ലതാണ്. പിന്നെ ഇത് വെച്ച് റാപ്സ് ഉണ്ടാക്കാം. ഈവൻ ചപ്പാത്തിയിൽ ഇത് വെച്ച് റോൾ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. സോ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്